ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു പുതിയ വിശേഷവുമായിട്ട് വന്നതാണേ. നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ മുയലും കൂടൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കൂട് തന്നെയാണ് അത്. അടിഭാഗം എല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. പൊളിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുയലുകളെ കൊടുത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ടെറസിലോട്ട് കയറുമ്പോൾ ഈ കൂട് കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കും. കൂട് നമ്മളിത് റീമേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് മെയിൻ്റെനൻസ് നന്നായില്ല. കാരണം ഇപ്പുറത്തെ കള്ളി കണ്ട അതിൻ്റെ ഡോറ് കണ്ടാൽ അറിയാൻ പറ്റും. ഇത് കണ്ട ദ്രവിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ഉണ്ടാക്കുന്ന ഭയങ്കര പാടാണ്. ഇങ്ങനത്തെ മെഷുകളൊക്കെ വാങ്ങിക്കാനും പണിച്ചെലവും കൂലിയും എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആകും. അപ്പം തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ടെറസിലോട്ട് കയറുമ്പോൾ ഈ ടെറസിലെ കൃഷികളൊക്കെ കാണുമ്പോൾ വിഷമമാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ ഇതിന് വളം ഒന്നും ചെയ്യാറില്ല. മുയലിൻ്റെ വേസ്റ്റ് ആയിരുന്നു നേരത്തെ എല്ലാത്തിനും വളമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് മുയലിനെ കൊടുത്തപ്പം കൂട് പൊളിഞ്ഞതും പിന്നെ എനിക്ക് എപ്പോഴും ടെറസിൽ കയറാനുള്ള ബുദ്ധിമുട്ടും ഇതുങ്ങൾക്ക് തീറ്റി അന്വേഷിച്ച് പുല്ല് പറിച്ച് നടക്കലും ഒക്കെ ഒരു വിഷമം ബുദ്ധിമുട്ടായപ്പോഴത്തേനും ഇപ്പം രണ്ടാമത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരാൾ അയാളുടെ മുയലുകളെ ഒഴിവാക്കിയപ്പം നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പം തരാമെന്ന് പറഞ്ഞപ്പോൾ അത് നിരസിക്കാനും തോന്നിയില്ല. പിന്നെ ഇതുങ്ങളോടുള്ള ഇഷ്ടവും ഒക്കെ കൊണ്ട് ഇനി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് എന്നെക്കാളും കൂടുതൽ ഇഷ്ടം. അവർ പറഞ്ഞു, ഉമ്മി ഞങ്ങൾ പുല്ലൊക്കെ പറിച്ചോളാം. പക്ഷേ അവരെ കൊണ്ട് അത്ര നടക്കത്തൊന്നുമില്ല. കാരണം അവർ സ്കൂളിൽ പോകുന്ന പിള്ളേരല്ലേ. രാവിലെ പോകും, വൈകുന്നേരം വരും. പിന്നെ ട്യൂഷനും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പറിക്കൊന്നും അതുങ്ങളെ കൊണ്ട് നടക്കത്തില്ല. എന്നാലും അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഇനി വാങ്ങിച്ച്. ഇപ്പോഴത്തെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുയൽ പൊന്നും പാത്തുമായിരുന്നു. അവരെപ്പോലെ തന്നെ രണ്ടെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് പേരിട്ടിട്ടില്ല. അത് പെൺമുയലുകളായിരുന്നു. ഇതൊന്ന് ജോഡിയാണേ. ഒരാണും ഒരു പെണ്ണുമാണെന്നാണ് തന്നയാൾ പറഞ്ഞത്. അറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വിശേഷം. പിന്നെ നമ്മുടെ ടെറസ് ഗാർഡനിലെ അടുത്ത വിശേഷം എന്ന് പറയുന്നത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് പാകമായിട്ടുണ്ട്. ഞാനിതൊന്ന് പറിക്കുവാണേ. ഇതിനെ ഞാനിന്നിങ്ങ് പറിച്ചെടുക്കുക. എനിക്കിതിനെ പറിക്കാൻ തോന്നുന്നില്ല, എന്നിട്ടും ഞാൻ പറിക്കുക. കത്തിയെടുത്തില്ല, അല്ലേ മുറിച്ചെടുക്കാമായിരുന്നു. നിർത്തിയിരുന്നാലുണ്ടല്ലോ, ഇപ്പം സന്ധ്യ കഴിയുമ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ടാണ്. പിന്നെ പുതിയ 2 മുട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആയത്. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് മുറിച്ച് നോക്കാവേ. നല്ല കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണോ എന്ന്. കാരണം ഫസ്റ്റ് ടൈം പിടിക്കുന്നതല്ലേ, അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്ന്. മാഷാ അല്ലാ, നല്ല കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങിച്ചത് ഭയങ്കര വിവാദമായൊരു കഥയാണ്. ഞാനിതിൻ്റെ ഒരു കുഞ്ഞ് തൈ ആയിരുന്നു മേടിച്ച സമയത്ത് എനിക്കിതൊരു കള്ളിമുൾ ചെടി പോലെയാണ് തോന്നിയത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലെ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു കൃഷി ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഞാനിതിൻ്റെ ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഡ്രാഗൺ വളർത്തുന്ന എല്ലാവർക്കും ഡൗട്ട്, ഇത് ഡ്രാഗൺ അല്ല, ഡിവൈഡർ ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു. എന്തായാലും നിൽക്കട്ടെ എന്ന് വെച്ച് ഞാനതിനെ വളർത്തി ഇത്രയും ആക്കി. ഫ്രൂട്ടും കിട്ടി 4 പീസ്. അത് നമ്മുടെ മറ്റേ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല വലിപ്പമുള്ള ഫ്രൂട്ട്. ഇത് കണ്ടോ. അപ്പം ഒരു ചെറിയ പീസ് ഞാൻ കഴിക്കുവാണ്. 2 എൻ്റെ ഓരോ മക്കൾക്ക്, ഇതൊരെണ്ണം ഹസ്ബൻഡിന് വെച്ചേക്കും.
അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ.